നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച വല്ലപ്പാടി ദേവമാതാ പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠാകർമ്മവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ. യുവമോർച്ച നേതാവ് സതീഷിന്റെ ബലിദാന ദിനത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. മാള ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അംഗീകരിച്ച് വികസന സെമിനാർ നടത്തി വീണ്ടും അത് DPC അംഗീകാരം കിട്ടണം. നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതി ഒന്നും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ സമൂഹത്തിന് നല്ല നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് തരണം. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ വയോജനങ്ങൾക്ക് വെക്കേണ്ടത് 13,73,070 രൂപയാണ് നമുക്ക് വെക്കേണ്ടത് നിർബന്ധിത പ്രൊജക്റ്റുകൾ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് നമ്മളുടെ പഞ്ചായത്തിൽ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇപ്പം നമുക്കത് വെക്കണം. അതിൽ ഇപ്പം വയോജന പദ്ധതികൾ എന്ന് പറയുന്നത് പകൽ വീട്, വയോജന പരിപാലന കേന്ദ്രങ്ങൾ, വയോജനങ്ങൾക്ക് കട്ടിൽ, ഇതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും നമുക്ക് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ, അങ്ങനെ ഒരു 6ഓളം പദ്ധതികൾ നമുക്ക് വയോജന പദ്ധതികളായിട്ട് വയ്ക്കാം. അത് വിട്ട് നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് നിർദ്ദേശം നൽകാൻ പറ്റാം. നമ്മുടെ സമൂഹത്തിനായാലും നമ്മൾക്കായാലും ഏതെല്ലാം പദ്ധതികൾക്ക് ഉൾക്കൊണ്ട്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജു മാടപ്പള്ളി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജിയോ കൊടിയൻ, ജോർജ് നെല്ലിശ്ശേരി, അമ്പിളി സജീവ്, സിന്ധു അശോക്, നിത ജോഷി, ICDS സൂപ്പർവൈസർ ശ്രുതി, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ഡെയ്സി, പ്രോജക്ട് അസിസ്റ്റന്റ് ഗോപി, പഞ്ചായത്ത് സെക്രട്ടറി KJ രാജു, വയോജന ക്ലബ് പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി പുഷ്പ, വയോജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. വയോജനങ്ങൾക്ക് കട്ടിൽ വാങ്ങി നൽകുന്നതിന് 4,56,750 രൂപ, സഹായ ഉപകരണങ്ങൾക്ക് 2 ലക്ഷം, സാന്ത്വനം പരിപാലന പരിപാടി 71,97,080 രൂപ എന്നിങ്ങനെയാണ് പദ്ധതികൾ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വയോജന വനിതാ ഗ്രാമസഭ നടത്തി. കൊടകര LP സ്കൂളിൽ സംഘടിപ്പിച്ച ഗ്രാമസഭയ്ക്ക് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീനി ജെയ്സൺ, ബിജി ഡേവിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ രാജേശ്വരി എന്നിവർ സംസാരിച്ചു. പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച വല്ലപ്പാടി ദേവമാതാ പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠാകർമ്മവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 2:30 ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 5:30 പൊതുസമ്മേളനവും മെത്രാൻ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി വിൽസൺ ഈരത്തറ അധ്യക്ഷനാവും. തിങ്കളാഴ്ച ഇടവക ദിനമായും മതബോധന ദിനമായും ആചരിക്കും. പള്ളി വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത്, കൈക്കാരന്മാരായ ലിൻസൺ മേൽപ്പാൻ, ജോമോൻ കണ്ണുക്കാടൻ, ജനറൽ കൺവീനർ ജോയ് മാഞ്ഞുക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുവമോർച്ച നേതാവ് സതീഷിന്റെ ബലിദാന ദിനത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനം നടന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, KR വിദ്യാസാഗർ, LK മനോജ്, VG ഉണ്ണികൃഷ്ണൻ, TB സജീവൻ, മനു P ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, രാജേഷ് കോവിൽ, TS സജീവൻ, ജയദേവൻ, സുനിൽ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സിനർജി 2024 കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടക്കമായി. ഹൈസ്കൂൾ UP വിഭാഗങ്ങൾ സംയുക്തമായി ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാഹിത്യ, കലാപ്രവൃത്തി പരിചയ, റോബോട്ടിക്സ് മേഖലകളിൽ കുട്ടികൾ തങ്ങളുടെ ശേഷികൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ആകർഷകവും പ്രചോദനാത്മകവുമായ ഒരു പ്രദർശനമേളയാണ് എക്സിബിഷൻ സിനർജി 2024 എന്ന പേരിൽ വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ അതിനൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഇനങ്ങൾ കാണികൾക്ക് ദൃശ്യവിസ്മയമൊരുക്കി. പ്രദർശനമേള വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി അധ്യക്ഷനായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജശ്രീ H, സ്കൂൾ ഹെഡ്മാസ്റ്റർ PK സുനിൽകുമാർ, SMC കമ്മിറ്റി അംഗം ബേബി,
റോബോട്ടിക്സ് ട്രെയിനർ അവിനാശ്, പ്രദർശനമേള ജനറൽ കൺവീനർ കൃഷ്ണപ്രസാദ് UB, ATL ലാബ് ഇൻചാർജ് N ധന്യ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനവും നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഡോക്ടർ റോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ രഞ്ജിത്ത് എംപിള്ള മുഖ്യാതിഥിയായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. മുൻ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജ്യോതി, പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ, PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, ലോക്കൽ മാനേജർ സിസ്റ്റർ തെരേസ, സ്റ്റാഫ് സെക്രട്ടറി ഷോബി ലാസർ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സംഗീത, അസിസ്റ്റന്റ് ഹെഡ് മിസ്റ്റർസ് പ്രവീണ തെരേസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച വല്ലപ്പാടി ദേവമാതാ പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠാകർമ്മവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ. യുവമോർച്ച നേതാവ് സത്യേഷിന്റെ ബലിദാന ദിനത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.